ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു യാഥാർത്ഥ്യം നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യം. തിന്മ കാണാൻ തീഷ്ണത. തിന്മ എന്ന് പറഞ്ഞാൽ ജങ്ക്, അശ്ലീലം, അത് കാണാൻ അമിതമായ താല്പര്യം കാണിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. നന്മ കാണുന്ന കാര്യം, നന്മ ചെയ്യുന്ന കാര്യം വരുമ്പോൾ വിരസതയും. തിന്മ കാണാൻ തീഷ്ണത, നന്മ കാണാനായിട്ട് വിരസത. ഒരു കാര്യം വചനം വ്യക്തമാക്കുന്നുണ്ട്, പലരുടെയും അനുഭവം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. തിന്മ കാണുന്നവർക്ക് ദൈവത്തെ കാണാൻ പറ്റുമെന്ന് വരില്ല. എന്നാൽ കഷ്ടപ്പാട്, ദുരിതങ്ങൾ, അതിലൂടെയെല്ലാം കടന്നു പോകുന്ന വ്യക്തികൾക്ക് ദൈവത്തെ കാണുന്നതിന് അത് കാരണമാകാം. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇല്ലാതെ സുഖജീവിതം നയിച്ച് വേണമെങ്കിൽ കുറേ വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകുന്നൊരവസ്ഥ, ഇതിനോടകം ദൈവത്തെ കണ്ടിട്ടില്ല. അതിനേക്കാൾ നല്ലത് ദുഃഖവും ദുരിതവും അതുപോലെ തന്നെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് വന്നാലും അവ ദൈവത്തെ കാണുന്നതിന് കാരണമാകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു നേട്ടമായിട്ട് നമ്മൾ കാണണം. 2 വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹെബ്രായ ലേഖനം 12:14, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല. അപ്പോൾ തിന്മ കണ്ട് തിന്മ മനസ്സിൽ നിറച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ കാണാൻ പറ്റില്ല. അശ്ലീലം കാണുന്നതാണ് നമുക്ക് ഒരു താല്പര്യമുള്ള കേസെങ്കിൽ ദൈവത്തെ കണ്ട് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 20-21 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ നമുക്ക് വന്നെന്ന് പറഞ്ഞാലും അതിൻ്റെ നടുവിൽ ദൈവത്തെ കാണാൻ പറ്റും. ഒരുപക്ഷെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കർത്താവിനെ കാണുന്നതിന് കാരണമായി മാറിയേക്കാം. നിന്റെ കാതിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നിനക്ക് പറ്റും. ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനുമുള്ള സാധ്യത നിന്റെ മുമ്പിൽ ഉയർന്നു വരുമെന്ന്. ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ, ക്ലേശങ്ങൾ ഒരിക്കലും നമ്മൾ അതിനെ എതിർക്കരുത്, അതിനെതിരായിട്ട് സംസാരിക്കരുത്. അതെല്ലാം ദൈവത്തെ കാണുന്നതിനും കേൾക്കുന്നതിനും ഒരു ഉപാധിയായിട്ട് അല്ലെങ്കിൽ ഒരു മാർഗമായിട്ട് എടുക്കാൻ നമുക്ക് സാധിക്കണം. ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാം. ആദ്യമായിട്ട് തന്നെ നന്മയും തിന്മയും നമ്മുടെ ഭാവി നിർണയിക്കും എന്നുള്ളത് കർത്താവ് വചനത്തിലൂടെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇതാ നിന്റെ മുമ്പിൽ രക്ഷയും ശിക്ഷയും ഞാൻ വെച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. എങ്ങനെയാണത് സാധ്യമാകുന്നത്? നന്മയും തിന്മയും നമ്മുടെ മുമ്പിലുണ്ട്. നന്മ തിരഞ്ഞെടുത്താൽ രക്ഷ പ്രാപിക്കാൻ പറ്റും, തിന്മ തിരഞ്ഞെടുത്താൽ അത് നാശത്തിലേക്ക് നമ്മളെ നയിക്കും. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. റോമാലേഖനം 2-ാം അധ്യായം 9-ഉം 10-ഉം വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നന്മ ചെയ്യുന്ന ഏതൊരുവനും, അതാരും ആയിക്കോട്ടെ, വിജാതീയനോ സ്വജാതീയനോ ആയിക്കോട്ടെ, അവർക്ക് രക്ഷ കൈവരിക്കാൻ സാധിക്കും. ഇനി പകരം തിന്മയാണ് നീ പ്രവർത്തിക്കുന്നത് എങ്കിൽ നീ വിജാതീയനോ സ്വജാതീയനോ ആകട്ടെ, നിനക്ക് ക്ലേശങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. അതാണ് റോമ 2:9-ഉം 10-ഉം വായിക്കുമ്പോൾ നമ്മൾ കാണുക. ഗലാത്യർ 6-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാൻ നിനക്ക് പറ്റില്ല, നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിനായി വിതയ്ക്കുന്നെങ്കിൽ നാശം കൊയ്യേണ്ടി വരും, ആത്മാവിനായി വിതയ്ക്കുന്നവർക്ക് നിത്യജീവൻ കൊയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ മുമ്പിൽ നന്മ ചെയ്യാനും തിന്മ ചെയ്യാനുമുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നോ അത് നമ്മുടെ ഭാവി നിർണയിക്കും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. യോഹന്നാൻ 5:29 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നന്മ ചെയ്തവർ നീതിവിധിയുടെ ഉയർപ്പിനായി പുറത്തു വരും, തിന്മ ചെയ്തവരോ ശിക്ഷാവിധിയായിട്ട് അത് അവരുടെ ജീവിതത്തിൽ മാറും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മറ്റൊന്ന്, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മുഖഭാവത്തിൽ മാറ്റം വരും. ഹൃദയത്തിൽ എന്താണ്, മനോഭാവം എന്താണ്, മനസ്സിലെന്താണ്, അത് നമ്മുടെ മുഖത്ത് പ്രകടമാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 13:25 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവം മാറും. മുഖത്ത് ഒരു തേജസ് വരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നന്മ നിറഞ്ഞു നിൽക്കണം. ദുഷ്ടതയാണ് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ അത് മുഖഭാവത്തിൽ പ്രകടമാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്,
ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നതാണ് ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടത്. നമ്മുടെ വായിലൂടെ അകത്തേക്ക് പോകുന്നത് ഹൃദയത്തിലോ മനസ്സിലോ പ്രവേശിക്കുന്നില്ല. ഉദരത്തിൽ പ്രവേശിച്ച് വിസർജിക്കപ്പെടുന്നു. പക്ഷേ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് അവ നമ്മെ അശുദ്ധരാക്കും. അതുകൊണ്ട് അവ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം പറയുകയാണ്. അവിടെ വലിയൊരു ലിസ്റ്റ് കൊടുത്തിരിക്കുന്ന കാണാൻ പറ്റും. മർക്കോസ് 7:21 മുതൽ വായിക്കുമ്പോൾ ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത. വലിയൊരു ലിസ്റ്റാണ്. ഇവ ഉള്ളിൽ നിന്ന് വരുന്നു. നമ്മുടെ മനസ്സ്, ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തും. ഇതൊക്കെ വരുന്നത് ഹൃദയവും മനസ്സും നേരെ ചൊവ്വേ പ്രവർത്തിക്കാതെ വരുമ്പോഴാണ്. പ്രഭാഷകൻ 19:29-30 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ വേഷം, ചിരി, നടപ്പ് ഇവ നിന്റെ സത്വം വെളിപ്പെടുത്തും. നിന്റെ ഉള്ളിൽ എന്താണുള്ളത് അത് പുറത്തേക്ക് വരുന്നതാണ് ഇതിലൂടെ പ്രകടമാകുന്നത് എന്ന്. സുഭാഷിതങ്ങൾ 27:19 വചനം എടുത്താൽ, മുഖം വെള്ളത്തിൽ പ്രതിബിംബിക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ്സ് അവനെ തന്നെ വെളിപ്പെടുത്തുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുക. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഗൗരവപൂർവ്വം എടുക്കേണ്ടതാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് ദുഷിച്ചാൽ നന്മ ചെയ്യാനുള്ള ആഗ്രഹം പോലും നമുക്ക് നഷ്ടമാകും. ഇന്ന് പ്രാർത്ഥിക്കാനോ നന്മ ചെയ്യാനോ അല്ലെങ്കിൽ ബലിയർപ്പിക്കാനോ ശുശ്രൂഷ ചെയ്യാനോ ഒരാഗ്രഹമില്ലാത്തവരുണ്ട്. അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം അതുപോലെ ദുഷിച്ചു പോയതുകൊണ്ടാണ്. ഏതാനും വചനഭാഗങ്ങൾ നമുക്കെടുക്കാം. പ്രഭാഷകൻ 27-37 ഈ 2 അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മനസ്സിൽ മാലിന്യം നിറയാം. അത് സംഭവിച്ചു കഴിഞ്ഞാൽ മനോഭാവത്തിൽ മാറ്റം വരും. ശരിയായ മനോഭാവം, യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്ക് ധരിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം, നന്മ ചെയ്യാനുള്ള ആഗ്രഹം, പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം, അതെല്ലാം കെട്ടുപോകുന്നത് നമ്മൾ മനസ്സിലാക്കും. ജോബ് 31-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജോബ് പറഞ്ഞൊരു കാര്യം, അവൻ ദൈവവുമായിട്ടൊരു ഉടമ്പടി സ്ഥാപിച്ച് ഉടമ്പടിക്ക് പ്രാധാന്യം കൽപ്പിച്ചത് കൊണ്ടാണ് എനിക്കൊരാളെ തെറ്റായ രീതിയിൽ നോക്കാൻ പോലും പറ്റില്ല എന്ന് വിളിച്ചു പറഞ്ഞത്. റോമ 10-ാം അധ്യായം 17-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്ന്. അപ്പം ഈ കേൾവി, ദൈവവചനം നമ്മൾ കേൾക്കണം. വചനം കേൾക്കണമെങ്കിൽ ആരെങ്കിലും വചനം പറയണമെങ്കിൽ അതിനായിട്ട് ആരെങ്കിലും നിയോഗിക്കപ്പെടണം. ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ് എന്നുള്ളത് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ എൽ റെഡ്, അദ്ദേഹം 12-ാം നൂറ്റാണ്ടിലെ ഒരു വിശുദ്ധനാണ്. അദ്ദേഹത്തിന് മനോഹരമായൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. കർത്താവേ, എൻ്റെ കാതുകൾ അങ്ങയുടെ വചനം കൊണ്ട് നിറച്ചു തരണമേ. ഹൃദയം കൊണ്ട് അങ്ങയെ സ്നേഹിക്കുവാൻ അവിടുന്ന് എന്നെ പഠിപ്പിക്കണമേ. അങ്ങയെ സ്നേഹിക്കുന്ന ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആകും. ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ജങ്ക് കാണുന്നത്, അശ്ലീലം കാണുന്നത്, പോണോഗ്രഫിയുടെ ആ പിന്നാലെ പോകുന്ന ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നന്മ കൊണ്ട് നമ്മുടെ മനസ്സും ഹൃദയവും നിറയ്ക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അശ്ലീല കാഴ്ചകളുടെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികളുണ്ട്. അവരുടെ മോചനത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും ലോകരക്ഷകനുമായ ദൈവമേ, ഈ നോമ്പുകാലം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് നേടി എന്നരുൾ ചെയ്ത ദൈവമേ, ആത്മീയ നന്മകളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ആത്മരക്ഷ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുകയും ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നിറവേറ്റി തരികയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
നന്ദി.